നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 സവാളയാണ് കേട്ടോ. ഇത് നല്ല നൈസായിട്ടുള്ള പീസസ് ആക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നല്ലവണ്ണം തിരുമുക. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുമ്പം ഉള്ളിയിൽ നിന്ന് അതിലുള്ള വെള്ളമെല്ലാം വാർന്നു വരും. അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഉള്ളി മാത്രമായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്തിരിക്കുന്ന ഉള്ളിയിലേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടത്. കണ്ടോ, കൈകൊണ്ട് പിഴിയുമ്പോൾ ഇതുപോലെ വെള്ളം വരും കേട്ടോ. ആ വെള്ളം മാറ്റി കളയണേ. അങ്ങനെ അത് മൊത്തം പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. ഓക്കെ, ഇനി അതിനകത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് 1 കപ്പ് കടലമാവും അതുപോലെ തന്നെ 1 കപ്പ് മൈദാമാവും കൂടെ ചേർക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്താൽ പിന്നെ അത് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ ഈ മിക്സ് നമുക്ക് റെഡിയാണ്. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടെടുക്കാം, പൊരിച്ചെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സൺഫ്ലവർ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം. ഇവിടെ നല്ല തണുപ്പാണ്, വെളിച്ചെണ്ണ ഉറച്ചിരിക്കുക. എന്നാലും നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അതിന് പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് മിക്സ് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുത്ത് ചെറുതായി ഒന്ന് പരത്തിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. നടുഭാഗം അധികം കട്ടി ഉണ്ടാവരുത്, അപ്പം നന്നായിട്ട് വെന്ത് കിട്ടുകയില്ല, കിട്ടത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ടിടുക. ഇങ്ങനെ ചുട്ടെടുക്കുന്ന അല്ലെങ്കിൽ പൊരിച്ചെടുക്കുന്ന ഉള്ളിവട നമുക്ക് സോസിൻ്റെ കൂടെയോ ഒക്കെ ഉപയോഗിക്കാം. നല്ല കട്ടൻ ചായയുടെ കൂടെയും കോഫിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്